എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇഷിതയും മഹേഷും കൂടെ കിടക്കാനായിട്ട് പോവാണ്. ഈ സമയത്ത് മഹേഷ് പറഞ്ഞു, അല്ല ചിപ്പിമോൾ ഒരു കാര്യം ഇടയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയാണ്. എന്ത് കാര്യം? അല്ല, അവൾക്കൊരു ഏട്ടൻ വേണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, അങ്ങനെയാണോ? അല്ല, എന്താ ഇപ്പൊ അതിനെക്കുറിച്ച് പറയാനായിട്ട്? അല്ല, ഏട്ടൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതാ. ഏട്ടന് ഇനിയിപ്പൊ അതിന് സാധിക്കില്ലല്ലോ. ഏട്ടൻ വേണമെന്ന് പറഞ്ഞാലും അതിന് മാത്രമുള്ള വൈദ്യശാസ്ത്രം ഒന്നും വികസിച്ചിട്ടില്ലോ എന്ന് പറയാണ്. ഇനിയിപ്പൊ ചിപ്പിമോൾക്ക് ഒരു ഏട്ടൻ വേണമെന്ന് പറയാനായിട്ടെ. ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവക്കൊരു ഏട്ടനുണ്ടെങ്കിലോ? അതെന്താ, നിങ്ങൾക്ക് വേറെ വല്ല അച്ചുവീടും ഉണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു, ആ അങ്ങനെ ഉണ്ടെന്ന് കരുതിക്കോ. അങ്ങനെ ഉണ്ടെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്റെ മോൻ അങ്ങോട്ടേക്ക് പോയിക്കോളും. ഞാൻ എന്റെ കെട്ടും പാണ്ടവും മുറുക്കി ഞാൻ ഇവിടുന്ന് സ്ഥലം കാലിയാക്കുന്ന് പറയണ. എന്തൊക്കെ ഇഷിതയെ പറയണെന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത്? സത്യമായിട്ടുള്ള കാര്യല്ലേ. നിങ്ങൾ മോളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോക്കോ, അച്ചി വീട്ടിലേക്കോ ഏത് വീട്ടിലേക്ക് പോലും. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു പറയണം. ഇത് കേട്ടതും മഹേഷിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇഷിത ഇത് പറഞ്ഞിട്ട് തിരിഞ്ഞു കിടക്കുവാണ്. മഹേഷും കിടന്നു. ഇച്ചിരി കഴിയുമ്പോൾ മഹേഷ് പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞ, ഞാൻ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു പറയണം. ഇഷിത പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ഞാനും ഈ വീട്ടിൽ നിന്ന് പോകുന്നില്ല. മഹേഷിനൊരു കാര്യം മനസ്സിലായി. ഒരു പക്ഷേങ്കിൽ ആദ്യത്തിനുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഇഷിതയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. ഒരുപക്ഷെ ഒരിക്കലും ഇവൾക്കത് അംഗീകരിക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ വരുവാണ്. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും വിനോദ് സ്വപ്നവല്ലിയെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിച്ചു, അമ്മ ഇത് എവിടെയാന്ന് ചോദിക്കുക. മോനെ, ഞാൻ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുക, ഞാനും അച്ഛനും ഒക്കെ ഉണ്ടെന്ന് പറയാം. അല്ല, എന്താണ് മോനെ വിളിച്ചത് ചോദിക്കുക. വെറുതെ വിളിച്ചായിരുന്നു. അല്ലട മോനെ, എത്ര ദിവസമായി നിന്നെ ഒന്ന് കണ്ടിട്ട്, എന്നാ നീ വരണേന്ന് പറയാ. ഇച്ചിരി തിരക്കുകളും കാര്യങ്ങളും അമ്മേ, അതുകൊണ്ടാ. സാരില്ല, ഞാൻ ഉടനെ അമ്മേനെ കാണാൻ വരാന്ന് പറയാണ്. ശരിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നീട് രാവിലെ മഹേഷ് എഴുന്നേറ്റിട്ട് അടുക്കളയിൽ കയറി അടുക്കളയിൽ ഒരു ചായ വെച്ചോണ്ടിരിക്കണം. അപ്പൊ ഇഷിത എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചായയൊക്കെ വെച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് മഹേഷിന്റെ ഫോണിലേക്ക് കോള് വരുന്നത്. വിവേക വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ ഇന്ന് ഓഫീസിൽ വരുന്നില്ലെന്ന് ചോദിക്കുകയാണ്. ഞാനിന്ന് വരുന്നില്ല, നാളെയല്ലേ മറ്റേ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ, അപ്പൊ അതിന് കുറച്ച് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനുണ്ട്. അപ്പൊ നാളെ അറിയാം അതിന്റെ ഇതൊക്കെ എങ്ങനെയായിരിക്കുന്നു. നാളെയല്ലേ സബ്മിറ്റ് ചെയ്യേണ്ട പ്രോജക്റ്റ്. ഒരു കാര്യം ചെയ്യാം വിവേക, നീ അത് സബ്മിറ്റ് ചെയ്തോ, നീ അതൊന്ന് പറയാമെന്ന് ചോദിക്കുകയാണ്. എവിടെ? ഞാനാ നല്ല ബെസ്റ്റ്, എന്നെ കൊണ്ട് പറ്റില്ല, അത് മഹേഷ് തന്നെ ചെയ്താൽ മതി എന്ന് പറയണം. അന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ ഇരുന്ന് ഞാനിന്ന് അതിന് പ്രിപ്പയർ ചെയ്തോളാം പ്രോജക്റ്റും കാര്യങ്ങളും. ഇന്ന് ഞാൻ വരണില്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോ. പിന്നെ ഒരു കാര്യമുണ്ട്, എന്റെ ഫയൽസും കാര്യങ്ങളൊക്കെ നീ ഇങ്ങോട്ടൊക്കെ എത്തിച്ചേക്കാൻ പറയണം. ഞാൻ ഇവിടെ ഇരുന്ന് ആ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. ഇന്നിവിടെ ആണെങ്കിൽ അമ്മ ആരും ഇല്ലെന്ന് പറയണം. അത് കേട്ടൻ വിവേക് പറഞ്ഞു, എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ ചായ വെച്ചിട്ട് മഹേഷ് പിന്നെ ഇച്ചിരി ചായ എടുത്ത് കുടിച്ചു നോക്കി. എന്റെ ദൈവമേ, വായ വെച്ച് കുടിക്കാൻ കൊള്ളില്ല, ഇതെന്തൊരു കയ്പായത്. ഇങ്ങനെ ആലോചിച്ചു എന്താ ഒരു പോംവഴി. പിന്നീട് കപ്പ് എടുത്ത് നേരെ ഇഷിതയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. നോക്കിയപ്പോ അത് മാത്രമേ ഒരു മാർഗം കണ്ടുള്ളൂ, വേറെ ഒരു മാർഗം കണ്ടില്ല. അല്ലെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. പിന്നീട് വിനോദിന്റെ ഒരു അനുയായി വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം വിനോദ് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. പിന്നീട് അവിടെ നിന്ന് ചോദിച്ചു, അല്ല വിനോദ് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഈ തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നൊന്നുമില്ല. ഈ ഒരു വർഷത്തേക്ക് MLA ആവാനായിട്ടൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം. വരുന്ന ബൈ ഇലക്ഷന് മത്സരിക്കണം. അപ്പൊ അതിനു വേണ്ടി കുറച്ച് ഫണ്ടുകളും കാര്യങ്ങളൊക്കെ ശേഖരിക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയാം. ഓഹോ, അപ്പൊ ബക്കറ്റ് പിരിവ് കൊണ്ട് പറ്റില്ല എന്ന് അങ്ങേ തലയ്ക്കെന്ന് ചോദിക്കുക. ബക്കറ്റ് പിരിവ് എന്നിട്ട് വേണ്ടാണ് നിനക്ക് കൈയിട്ട് വരാനായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, റെസിപ്റ്റ് എഴുതുന്ന എല്ലാത്തിനും കണക്ക് കൃത്യമായിട്ടുണ്ടായിരിക്കണം. മുക്കാൽ നാരും അങ്ങനെ വിചാരിക്കേണ്ടെന്ന് പറയണം. അപ്പോഴേക്ക് വേണം ആരോഗ്യമന്ത്രി അൻസാരിദാസ് അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് വിനോദ് ശരി പിന്നെ വിളിക്കാന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്യണം. വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിനോദ് പെട്ടെന്ന് എഴുതിട്ട് നേതാവ് ഇരിക്കാൻ പറയാണ്. അങ്ങനെ അൻസാരിദാസ് ഇരുന്നു. അല്ല വിനോദ്, ഈ തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെന്ന് ചോദിക്കാം. ഇല്ല നേതാവ്, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയാം. അതെനിക്കറിയാം, വിനോദം മിക്കവാറും ബൈ ഇലക്ഷൻ ആയിരിക്കും നോക്കണേ, അങ്ങനെയൊക്കെ പറയാണ്. ഞാൻ എന്തായാലും എന്റെ മരുമോനെ അങ്ങോട്ട് നിർത്താൻ തീരുമാനിച്ചു. ഇനിയിപ്പം എന്റെ അസ്തമനമൊക്കെ ആയില്ലേ, അപ്പൊ അവനൊന്ന് ഉദിച്ചുയർന്ന് വരട്ടെ, അവനൊരു ഭാവിയൊക്കെ ഉള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി തീരുമാനിച്ചെന്ന് പറയാം. അതിനെന്താ നേതാവേ, ആയിക്കോട്ടെ എന്ന് പറയണം. പിന്നെ വിനോദേ, ആതിരയുടെ കാര്യം എങ്ങനെയാന്ന് ചോദിക്കാം. അത് പിന്നെ നേതാവേ, എനിക്ക് മനസ്സിലായി, ഒന്നും എത്താൻ കഴിഞ്ഞില്ലേ, നമുക്കിടയിൽ ആരോ ഒരു സ്പൈ വർക്ക് നടത്തുന്നുണ്ടെന്നത്. വിനോദ് പേടിക്കൊന്നും വേണ്ട, എപ്പൊ ഞാൻ വന്നാലും വിനോദിന് ചീത്ത പറയാറില്ല ഉള്ളേ. ആ കാര്യം ഓർത്തിന് വിനോദ് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. തൽക്കാലത്തേക്ക് നമുക്ക് ആ വിഷയങ്ങളൊക്കെ അങ്ങോട്ട് വിടാം. പിന്നെ എന്റെ ഇളയ മോള് ഇന്നും കൂടെ ചോദിച്ചു വിനോദിനെ കൂട്ടിക്കൊണ്ടില്ലുവെന്ന്. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു കയ്യോടെ വിനോദിനെ കൂട്ടിക്കൊണ്ടില്ലാന്ന്. അയ്യോ നേതാവ്, ഇന്ന് ഞാൻ തിരക്കില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് തിരക്കുണ്ടെങ്കിലും ഇന്ന് വന്നേ മതിയാവുള്ളൂ, ഇല്ലെങ്കിലുണ്ടല്ലോ മര്യാദയ്ക്ക് വന്നോണമെന്ന് പറയാണ് എന്നും പറഞ്ഞോണ്ട് വിനോദിനെ കൈയോടെ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. ഇനിയിപ്പോ വിനോദ് ഇവിടെ നിന്നിട്ടുണ്ടെ വരത്തില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയാണ്.
ആ സമയം മഹേഷ് എന്ത് ചെയ്യാ ചായയൊക്കെ ആയിട്ട് വരുവാണ്. ചായയൊക്കെ ആയിട്ട് വന്നിട്ട് ഇഷിതേനെ വിളിക്കുക. അപ്പൊ ഇഷിത എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇഷിതേനെ വിളിച്ചു. അത് എഴുന്നേക്കുന്നില്ലേന്ന് ചോദിക്കണം. ഇന്ന് പോവണ്ടേ? രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടി തുടങ്ങണ്ടേ? ഓ, അവിടെ എന്താ ഹോസ്പിറ്റലില് അംഗൻവാടിയിലെ പിള്ളേരെ പഠിപ്പിക്കാൻ പോലുള്ള അല്ലെന്ന് ചോദിക്കണം. ഇഷിതേനെ കളിയാക്കുക. ഈ സമയം ഇഷിത ചോദിച്ച സമയം എന്തായി? ഓ, ഒത്തിരി സമയമൊന്നും ആയില്ല, ഒരു 9 മണി ആയതുള്ളെന്ന് പറയണം. ഈ സമയം ഇഷിത പതുക്കെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും മഹേഷ് ചോദിച്ചു, അല്ല പോകുന്നില്ലേന്ന് ചോദിക്കണം. ഇന്ന് പോകുന്നില്ല, ഇന്ന് ലീവാ, എനിക്കൊന്ന് ഓഫാന്ന് പറയണം. ഓ, വെറുതെ അല്ല ഇത്ര സമയം കിടന്ന് ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. പോരാത്തിന് ചിപ്പിമോളും അവരാരും ഇവിടെ ഇല്ല, എല്ലാരും കല്യാണത്തിനൊക്കെ ആയിട്ട് പോയേക്കുക. അതുകൊണ്ടാണ് ഇഷിത കുറച്ച് സമയം കൂടെ അവിടെ കിടന്നത്. ഈ സമയം മഹേഷ് ചായ കൊടുത്തിട്ട് നിന്നാ ചായ കുടിക്കുക, എഴുന്നേറ്റല്ലേന്ന് പറയണം. ചായ? അതെ, ഞാൻ ഉണ്ടാക്കിയ ചായ. ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറ. ഇത് കേട്ടത് ഇഷിത വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനേ വാഷിംഗ് മെഷീൻ അരികെ പോയി കുടിച്ചോളാന്ന് പറയണം. അതെന്താ? അതാണ് പിന്നെ എനിക്ക് ഒരു സിപ്പ് കുടിച്ചിട്ട് ബാക്കി അവിടെ ഒഴിച്ചു കളഞ്ഞാൽ മതിയല്ലോ, ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു, അത്ര കളിയാക്കൊന്നും വേണ്ട, കുടിച്ചിട്ട് പറഞ്ഞാൽ മതി, ചിലപ്പോൾ ഒരു ഗ്ലാസ് കൂടെ വേണമെന്ന് പറയുന്നു പറയാം. പിന്നെ ഈ ചായ കുടിച്ചിട്ട് വാട്ടച്ചായ കുടിച്ചിട്ട് ഞാൻ ഇനി പറയാനായിട്ട് പോന്നേ. പിന്നീട് ഇഷ്ട ഒരു കവള് കുടിച്ചപ്പോ കൊള്ളാലോ, ഇത് എന്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയണം. എന്റെ അമ്മ ഉണ്ടാക്കിയ ചായയല്ലേ, സത്യം പറ. പിന്നെ അമ്മ ഉണ്ടാക്കിയ ചായയൊന്നും അല്ലെന്ന് പറയാം. ഞാനൊന്ന് അമ്മേനെ വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ പ്രിയാമണിനെ വിളിക്കുകയാണ്. പ്രിയാമണി പറഞ്ഞു, ഇല്ല ഇങ്ങോട്ടേക്ക് മഹേഷ് വന്നിട്ടില്ല, ഞാൻ ചായയൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെന്ന് പറയണം. അപ്പം മഹേഷ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിയാമണിയുടെ അമ്മേ, അവളിങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊന്നും പറയല്ലേ, ചായ എനിക്ക് കിട്ടാന്ന കാര്യമൊന്നും പറയലെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നെ വിശ്വാസം ഇല്ലായിരുന്നല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു, എനിക്കിത്തിരി വിശ്വാസക്കുറവായിരുന്നു, ഇപ്പൊ എനിക്ക് മനസ്സിലായി. സോറി കേട്ടോ, ഞാൻ വിചാരിച്ചു ഇതെന്റെ അമ്മ ഉണ്ടാക്കി ചായ ആയിരിക്കും. പിന്നെ അമ്മയ്ക്ക് മാത്രമല്ല ഇവിടെ ചായ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ, വേറെ ആർക്കും ചായ ഉണ്ടാക്കാൻ അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയണം. ഈ സമയം സുമിത്ര വീട്ടിൽ എഴുന്നേറ്റ് വിനോദിന്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ വിനോദ് കോൾ എടുത്തതിനും സുമിത്ര ചോദിച്ചു, ഇതെന്ത് പറ്റി? ഈ സൗണ്ടൊക്കെ മറന്നുപോയോ, അത് എന്നെ മറന്നുപോയെന്ന് ചോദിക്കുക. സുജി, ഞാൻ തിരക്കില്ല, പിന്നെ വിളിക്കാന്ന് പറയണം. അപ്പം വിനോദ് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു, കാറിലായിരുന്നു. ഓഹോ, അത്രയ്ക്ക് വലിയ തിരക്കാണോ? എന്നാ വേണ്ട, എന്നെ ഇനി വിളിക്കുകയോ വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് സുമിത്ര ഫോൺ വെക്കുവാണ്. പിന്നീട് വിനോദിന് ആ പട വിഷമം. പിന്നീട് വിനോദ് വീണ്ടും തിരിച്ചു വിളിക്കുക. അപ്പൊ സുമിത്രയ്ക്കറിയാം വീണ്ടും വിളിക്കുമെന്ന്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സുമിത്ര പറഞ്ഞു, വേണ്ട, തിരക്കൊക്കെയാണ്, തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി എന്ന് പറയാം. ഓ, തനിക്ക് വേണ്ടിയിട്ട് ഞാൻ തിരക്കുകളൊക്കെ മാറ്റി വെച്ചു, പറ എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം. എനിക്കെന്ത് പറയാനായിട്ട്, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും വിനോദ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനാ, ചില സമയത്ത് ഞങ്ങൾ താന്നു കൊടുത്തല്ലേ മതിയാവുള്ളൂ. ഇനിയിപ്പൊ താലി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നോടം വരെ ഇത്തിരിയൊക്കെ സഹിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് പറയാം. ആരെ താലി കെട്ടി കൊണ്ടുപോകുന്നവരെയാ പറഞ്ഞേ? ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? നിന്നെ വേറെല്ലാതെ ആരെയാ? ആഹാ, എന്നെ താലി കെട്ടുന്ന കാര്യമാണോ പറഞ്ഞേ? എന്നെ താലി കെട്ടുന്ന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ചടങ്ങുകളോ? എന്ത് ചടങ്ങുകള്? അതൊന്നും അറിയത്തില്ല എന്താന്ന്. അത് പിന്നെ ഉണ്ടല്ലോ, എന്റെ വീട്ടുകാരെ സമ്മതിക്കണം, ഇളയമ്മ ഇളയച്ചനൊക്കെ സമ്മതിക്കണം, എന്റെ ചേച്ചിയെ സമ്മതിക്കണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനോദൊന്നും മിണ്ടിയില്ല. അല്ല, വിനോദ് എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കണം. ആ സമയം വിനോദ് പറഞ്ഞു, എനിക്ക് ഒരാൾ സമ്മതിക്കണം, എനിക്കൊരു ഏട്ടനുണ്ടെന്ന് പറയണം. ഇത് കേട്ട സുമിത്ര, ഏട്ടനുണ്ടോ? അല്ല, ഇതിനെക്കുറിച്ച് തന്നെ എന്നോട് മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ, അച്ഛനും അമ്മേനെ കുറിച്ച് ആരെക്കുറിച്ചും. അതൊക്കെ ഉണ്ട്, പറയാം, അതൊക്കെ പറയാന്ന് പറയണം. എന്നാ ശരി, നമുക്ക് പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. പിന്നീട് സുമിത്ര നേരെ വരുന്നേ ഇഷിതയുടെ അടുത്തേക്കാ. അപ്പൊ ഇഷിത രാവിലത്തെ കാപ്പിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴേക്കും സുമിത്ര അങ്ങോട്ട് കയറി വന്നു. സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പത്തിനും പറഞ്ഞു, ആഹാ, വരുന്നുണ്ടല്ലോ, നല്ല കൂട്ടുകെട്ടാ വരുന്നേന്ന് പറയാണ്. ചേച്ചിക്ക് പറ്റിയ അനിയത്തി എന്നെന്ന് പറയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേനും മഹേഷിനോട് സുമിത്ര ചോദിച്ചു, ഞാനിങ്ങോട്ട് വന്ന എന്താ കുഴപ്പം? ഓ, അനിയത്തി ഇങ്ങോട്ട് വന്നോണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. അനിയത്തിയാ? നിങ്ങളുടെ അനിയനെ എനിക്കിത് കെട്ടിച്ചു തന്നില്ലല്ലോ അല്ലേ? ആ കാര്യം ഞാൻ അങ്ങോട്ട് പറയാൻ പറഞ്ഞു. എപ്പോഴും ഞങ്ങളെ കല്യാണം കഴിപ്പിക്കുന്ന ചോദിക്കാം, അധികം വൈകാതെ തന്നെ അവൻ വരും, അപ്പൊ അങ്ങോട്ട് കെട്ടിച്ചേക്കാന്ന് പറയണേ. ഇത് കേട്ടപ്പോ സുമിത്ര ഒന്ന് ചിരിക്കുക. പിന്നീട് സുമിത്ര നേരെ ചെല്ലുന്ന ഇഷിതയുടെ അരിയിലേക്കാണ്. ഇഷിതയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, കൊള്ളാലോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇതൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പുറത്തൊന്നും മേടിച്ചാൽ പോരെ, രണ്ടുപേരും തന്നെയല്ലേ ഉള്ളൂ. അതെ, അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. ഇന്ന് പിന്നെ ഭയങ്കര സന്തോഷത്തിലാന്ന് തോന്നല്ലോ, ഇന്ന് എന്താ പോവാത്തെ? ഇന്ന് ഞാൻ ഓഫാന്ന് പറയാം. അപ്പൊ കൊള്ളാം, രണ്ടുപേരും ഒന്ന് വീട്ടിലല്ലേ, രണ്ടുപേരും അതിന്റെ റൊമാൻറ്റിക് മൂടൊക്കെയാന്ന് തോന്നല്ലോ, ഒന്നും മിണ്ടാതെ പൊക്കോ അവിടുന്ന് എന്ന് പറയാണ്. എന്താ ചേച്ചി, ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കുകയാണ്. പിന്നെ അതെ, ഇന്ന് പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്കിന്ന് മഹേഷ് ആ ചായയൊക്കെ വെച്ചോണ്ട് തന്നെന്ന് പറയണം. ആണോ? അമ്മ ഉണ്ടാക്കുന്ന ചായയുടെ രുചിയായിരുന്നു പറയാം. പിന്നെ അമ്മ ഉണ്ടാക്കുന്ന ചായയുടെ രുചിയല്ലാതെ വേറുള്ളവരുടെ ചായയുടെ രുചി വരുമോന്ന് ചോദിക്കാം. നീ എന്താ പറഞ്ഞേ? അതെ, ഇളയമ്മ ഉണ്ടാക്കിയ ചായയാന്ന് പറയണ. സത്യമാണോ പറയണ? അതെ,
അപ്പത്തേനും ഇഷ്ടതയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഓഹോ, അപ്പൊ അതാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. പിന്നെ ഇഷിതയും സുമിത്രയും കൂടെ മഹേഷിന്റെ അരിയിലേക്ക് വരുവാണ്. ഈ സമയം മഹേഷ്, സുമിത്രേ നീ ഈ ഇത്തലൊക്കെ ഒന്ന് പിടിച്ച ടേബിളിലൊക്കെ പിടിക്കാൻ പറയണം. എന്തിന്? ഇതൊക്കെ ഒന്ന് മാറ്റി ചെയ്യണം, ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അതെന്തിനു വേണ്ടിട്ടാ? അതെ, എനിക്കിവിടെ എന്റെ വർക്ക് സ്പേസ് ആക്കി മാറ്റാനായിട്ടാ. എനിക്കിന്ന് കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ഓ അങ്ങനെയാണോ? ആ സമയം ഇഷ്ടത പറഞ്ഞു, അതൊക്കെ ചെയ്യാൻ പറ്റട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയാം. എന്താ? ഇന്ന് ചായ ഇട്ടത് ആരാന്നാ പറഞ്ഞേ? ചായ ഇട്ട ഞാന്. ഓഹോ അങ്ങനെയല്ലേ? അല്ലാതെ അപ്പുറത്ത് പോയി എന്റെ അമ്മേനെ കൊണ്ട് ചായ ഇടിച്ച് മേടിച്ചോണ്ട് വന്നതല്ലേ? നാണം ഉണ്ടോന്ന് ചോദിക്കണം. സ്വന്തമായിട്ട് ചായ പോലും ഇടാൻ അറിയാമെന്ന് ചോദിക്കാം. പിന്നെ അത്രയ്ക്ക് കളിയാക്കാനൊന്നും ഇല്ലെന്ന് പറയണ. ആകെപ്പാടെ മഹേഷ് നാണം കിട്ടും. ഈ സമയത്താണ് കോളിംഗ് ബെല്ല് അടിച്ചത്. സുമിത്ര പറഞ്ഞു, ആരാന്ന് പോയി നോക്ക്, കോളിംഗ് ബെല്ല് അടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയണ. സുമിത്ര പോയി കഥക് തുറന്ന് നോക്കിയപ്പോഴത്തേന് വിവേകനെ കണ്ട ഒരു നിമിഷം സുമിത്ര ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.